ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒറ്റശിഖരം റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ക്ഷീണത്തോടു കൂടിയിരിക്കുന്ന തുളസിയോട് മഞ്ജു ചോദിക്കുന്നു, എന്താച്ചാ വയ്യെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. തുളസി പറയുന്നു, വേണ്ടടി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. താഴെ വീണ് കിടക്കുന്ന തുളസിയുടെ ഫോൺ എടുത്ത് ശരിയായിട്ട് വെക്കുകയാണ് മഞ്ജു. മഞ്ജു ചോദിക്കുന്നു, ആരാച്ച വിളിച്ചത്? ചന്ദ്രമോഹൻ സാറോ? പ്രസന്ന ചോദിക്കുന്നു, ആണോ? അയാൾ എന്താ പറഞ്ഞത്? തുളസി പറയുന്നു, അവര് വരില്ല. ഇത് കിട്ടി ചിട്ടി പ്രസന്ന ചോദിക്കുന്നു, അയ്യോ വരികയായിരുന്നോ? അതെന്തോ വർത്താനമാ? മഞ്ജു ചോദിക്കുന്നു, എന്താ അച്ഛാ കാര്യം? ഒരു കാര്യമില്ലാതെ അവര് വരില്ല എന്ന് പറയുമോ? തുളസി പറയുന്നു, കൊച്ചിന്റെ തന്തയ്ക്ക് എന്തോ അപകടം പറ്റിയെന്ന്. അയാളുടെ ഭാര്യ മരിച്ചു. ഇത് കേട്ട് തളർന്ന് അവിടേക്ക് ഇരിക്കുകയാണ് പ്രസന്ന. മഞ്ജുവും വിഷമത്തോടുകൂടി അവരുടെ അരികിലേക്ക് ഇരിക്കുന്നു. തുടർന്ന് മഞ്ജു പറയുന്നു, മേനോൻ സാറ് ജീവനോടെ ഉണ്ടല്ലോ. അങ്ങേരൊരു വാക്ക് പറഞ്ഞാൽ ബാക്കിയെല്ലാം ചന്ദ്രമോഹൻ സാർ ചെയ്യില്ലേ? തുളസി പറയുന്നു, അപകടത്തിൽ അയാൾക്കും വലിയ പരിക്കു പറ്റി. ഐസിയുല, ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ലാന്ന്. കണ്ടു നിറഞ്ഞ പ്രസന്ന പറയുന്നു, എന്നാലും ചന്ദ്രമോഹൻ സാറിന് ഒരു ഉത്തരവാദിത്വമില്ലേ? അങ്ങേരെന്താ പറയുന്നത്? തുളസി പറയുന്നു, അയാൾ കൈ കഴുകി മാറി നിൽക്കുക. മറ്റേ ആളല്ലേ മുതലാളി. അയാളോട് ചോദിക്കാതെ തനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ലെന്ന്. നമ്മളോട് മനോധർമ്മം പോലെ ചെയ്തോളാം. ഇത് കേട്ട് ഫോൺ തുളസിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് മഞ്ജു അകത്തേക്ക് പോവുകയാണ്. എന്ത് ചെയ്യണോന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് തുളസിയും പ്രസന്നയും. തുടർന്ന് വളരെ വിഷമത്തോടു കൂടി ഇരിക്കുന്ന പ്രതാപന്റെ അരികിലേക്ക് വന്ന കൃഷ്ണ ചോദിക്കുന്നു, വിവരം എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ പ്രതാപേട്ട? പ്രതാപൻ പറയുന്നു, ഇതിൽ കൂടുതൽ എന്ത് വിവരമാ കൃഷ്ണയെ അറിയേണ്ടത്? കൃഷ്ണ ചോദിക്കുന്നു, മുകുന്ദേട്ടന്. പ്രതാപൻ പറയുന്നു, ആദ്യം കിട്ടിയ വിവരമേ ഉള്ളൂ, ക്രിട്ടിക്കൽ ആണെന്ന്. ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോഴും അതേ മറുപടി തന്നെയാണ് അവർ ആവർത്തിക്കുന്നത്. കൃഷ്ണ പറയുന്നു, പാവം എന്റെ ദേവി, മുകുന്ദേട്ടന്റെ ജീവൻ കാത്തോളണേ. നമുക്ക് അവിടെ ഒന്ന് പോകണ്ടേ പ്രതാപേട്ട? അടുത്ത ബന്ധുക്കളെന്ന് പറയാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. പ്രതാപൻ പറയുന്നു, അങ്കത ചേച്ചിയുടെ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. ഫ്യൂണൽ അവിടെ നടത്തുകയുള്ളൂ. നമ്മൾ എത്ര ശ്രമിച്ചാലും അതിനു മുമ്പ് അവിടെ എത്താൻ പറ്റില്ല. കൃഷ്ണ പറയുന്നു, മുകുന്ദേട്ടന്റെ കാര്യം അന്വേഷിക്കാൻ വേറെ ആരും ഇല്ലല്ലോ. പ്രതാപൻ പറയുന്നു, അവിടെ മാനേജറും മറ്റു ആൾക്കാരും ഒക്കെ ഉണ്ട്. കോലാലംപൂരിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ആവശ്യം വന്നാൽ സിംഗപ്പൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും അവർക്ക് ആലോചനയുണ്ട്. ഹോസ്പിറ്റലിന് സ്വന്തമായി ആംബുലൻസ് ഒക്കെ ഉള്ളതാ. ഈ സമയം പ്രതാപന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ചന്ദ്രമോഹൻ. കോൾ കട്ട് ചെയ്ത് പ്രതാപൻ പറയുന്നു, ചന്ദ്രമോഹന, അയാൾ വിളിച്ചുകൊണ്ടേയിരിക്കുക. തുളസീധരൻ ചേട്ടൻ സൗര്യം കൊടുക്കുന്നില്ലെന്ന്. കുഞ്ഞിന്റെ കാര്യം എന്ത് ചെയ്യുമെന്ന് അയാൾക്ക് അറിയേണ്ടത്. കൃഷ്ണ പറയുന്നു, അതൊക്കെ അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, ജീവൻ പോകുന്ന കേസൊന്നും അല്ലല്ലോ. പ്രതാപൻ പറയുന്നു, ചന്ദ്രമോഹന് അങ്ങനെയൊന്നും പറഞ്ഞ് കൈയൊഴിയാൻ പറ്റില്ല കൃഷ്ണേ. കുഞ്ഞിനെ കൈമാറിയിട്ട് തുളസി ചേട്ടൻ ഇന്ന് തന്നെ ദൂരെ എവിടേക്കോ താമസം മാറാനിരുന്നതാ. ഇനി എന്ത് നടക്കുമോ? കൃഷ്ണ പറയുന്നു, അപകടവും മരണവും പോലെ വലുതൊന്നും അല്ലല്ലോ തുളസി ചേട്ടന്റെ പ്രശ്നം. പ്രതാപൻ പറയുന്നു, കാര്യമൊക്കെ ശരിയാ, പക്ഷെ ആരുടെയും ന്യായവാദം ഒന്നും കേൾക്കുന്ന ആളല്ല തുളസി ചേട്ടൻ. നമുക്ക് ചന്ദ്രമോഹനെയും കൈവിടാൻ പറ്റില്ല. കൃഷ്ണ പറയുന്നു, ചന്ദ്രമോഹന്റെ യുദ്ധം പോലെ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ. ഈ കേസില് നമുക്കുള്ള ബന്ധം ഒരിക്കലും പുറത്തു വരരുതെന്നും പറയണം. പ്രതാപൻ പറയുന്നു, അതൊക്കെ ചന്ദ്രമോഹൻ അറിയാം, വകതിരിവുള്ളവനാ. കൃഷ്ണ പറയുന്നു, എങ്കിൽ അതനുസരിച്ച് അയാൾ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, ഇങ്ങോട്ട് വിളിക്കേ വേണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്ക്. ഇത് കേട്ട് മൂളി ഫോണും എടുത്ത പ്രതാപൻ അവിടെ നിന്ന് പോകുമ്പോൾ വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് കൃഷ്ണ. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിന്റെ അരികിൽ വിഷമത്തോടുകൂടി ഇരിക്കുന്ന മീനാക്ഷിയാണ്. അവിടേക്ക് വന്ന മഞ്ജു പറയുന്നു, ചേച്ചി, ചന്ദ്രമോഹൻ സാറ് അച്ഛനെ വിളിച്ചിരുന്നു. മേനോൻ സാറിനും ഫാമിലിക്കും ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായെന്ന്. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു. മീനാക്ഷി പറയുന്നു, അച്ഛൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. മഞ്ജു പറയുന്നു, മേനോൻ സാറിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മീനാക്ഷി പറയുന്നു, മതി, അച്ഛൻ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടതാ. അരികിലേക്ക് വന്നിരുന്ന മഞ്ജു പറയുന്നു, അച്ഛൻ ആകെപ്പാടെ തളർന്നിരിക്കുക, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. എനിക്കറിയാമെന്ന് മീനാക്ഷി പറയുമ്പോൾ മഞ്ജു ചോദിക്കുന്നു, ഞാൻ അച്ഛനോട് എന്തെങ്കിലും പറയണോ? നമ്മളൊരു തീരുമാനം എടുക്കണമല്ലോ. മീനാക്ഷി പറയുന്നു, നീ പൊയ്ക്കോ. ഇത് കേട്ട് മഞ്ജു അവിടെ നിന്ന് പോകുമ്പോൾ ആലോചിച്ചിരിക്കുകയാണ് മീനാക്ഷി. തുടർന്ന് ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് തുളസി. അരികിലേക്ക് വന്ന പ്രസന്ന ചോദിക്കുന്നു, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എന്താ കാര്യം? തുളസി ചോദിക്കുന്നു, പിന്നെന്താടി, ഞാൻ തലകുത്തി നിൽക്കണോ? മഞ്ജു ചോദിക്കാണ്, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ അച്ഛാ? തുളസി ചോദിക്കുന്നു, എന്ത് തീരുമാനമാടി ഞാൻ എടുക്കേണ്ടത്? എല്ലാം എന്റെ തലയിലോട്ട് വെച്ചിട്ട് ചന്ദ്രമോഹൻ തടി തപ്പി. പ്രസന്ന പറയുന്നു, അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തേണ്ട ചുമതല അവരുടേതല്ലേ? തുളസി പറയുന്നു, ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? നീ ആ ചന്ദ്രമോഹനെ ചെന്ന് പഠിപ്പിക്ക്. മഞ്ജു പറയുന്നു, അച്ഛാ, 3 മാസം കഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളാമെന്ന് അവര് വാക്ക് പറഞ്ഞിരുന്നതല്ലേ? എല്ലാ അർത്ഥത്തിലും അത് അവരുടെ ബാധ്യതയാ. തുളസി പറയുന്നു, കൊച്ചിനെ വളർത്താനുള്ള സ്ത്രീ മരിച്ചു. അവരുടെ ഭർത്താവാണല്ലോ അബോധാവസ്ഥയിലുള്ളത്. സ്വന്തം നിലയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ലെന്നാ ചന്ദ്രമോഹൻ പറയുന്നത്. അയാള് വെറും ഇടനിലക്കാരൻ മാത്രമാണെന്ന്. പ്രസന്ന പറയുന്നു, നമ്മളുമായിട്ട് ഇടപാടുകൾ മുഴുവൻ നടത്തിയത് ചന്ദ്രമോഹൻ സാറല്ലേ? ഇനി എന്താ വേണ്ടതെന്നും അങ്ങേര് തന്നെ പറയട്ടെ. തുളസി പറയുന്നു, എന്നോട് മനോധർമ്മം പോലെ ചെയ്യാൻ പറഞ്ഞിട്ട് അയാൾ ഫോൺ വെച്ചതാ, പിന്നെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. മഞ്ജു പറയുന്നു, അച്ഛൻ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്ക്. ചന്ദ്രമോഹൻ സാറിന്റെ വീട്ടുകാരും സ്വന്തക്കാരും ഒക്കെ കാണില്ലേ? തൽക്കാലത്തേക്ക് അവരാരെങ്കിലും കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തട്ടെ, നമുക്കതിനെ വഴിയിൽ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മഞ്ജുവിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ച് ചന്ദ്രമോഹനെ വിളിക്കുകയാണ് തുളസി. ഫോൺ അറ്റൻഡ് ചെയ്ത ചന്ദ്രമോഹൻ പറയുന്നു, ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ? തുളസി പറയുന്നു, ആദ്യം ഞാൻ പറയുന്നത് താൻ അങ്ങോട്ട് കേൾക്ക്. ഞാൻ ഇവിടുന്ന് വീട് മാറാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുക. വീട് പൂട്ടി താക്കോല് ഉടമസ്ഥനെ ഏൽപ്പിച്ചാൽ മാത്രം മതി. ഇവിടുന്ന് പോകുമ്പോഴേ ഞാൻ എന്റെ ഭാര്യയും മക്കളെ മാത്രമേ കൊണ്ടുപോകുകയുള്ളൂ. അത് ഞാൻ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാ. മീനാക്ഷി പ്രസവിച്ച കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യണം? അതിനെ ഞാൻ എന്തായാലും പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഒന്നുകിൽ ഞാൻ എവിടെയെങ്കിലും ഉപേക്ഷിക്കും, അല്ലെങ്കിൽ വല്ല അനാഥാലയത്തിലും കൊണ്ടാക്കും. ഇതിലേതെങ്കിലും ഒന്നേ ചെയ്യുകയുള്ളൂ. ചന്ദ്രമോഹൻ പറയുന്നു. തുളസി
ചേട്ടാ, നിങ്ങളൊരു മനുഷ്യനല്ലേ? കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും ഉണ്ടല്ലോ ഇല്ലേ? നിങ്ങളുടെ മകള് പ്രസവിച്ച കുഞ്ഞല്ലേ, അതിനെ വല്ലയിടത്തും ഉപേക്ഷിക്കുക എന്നൊക്കെ പറയാൻ എങ്ങനെയാ ചേട്ടന്റെ നാവ് പൊന്തുന്നത്? തുളസി പറയുന്നു, കൂടുതൽ മനുഷ്യപ്പറ്റി കാണിച്ചതാ എനിക്ക് വിനയായത്. ആശുപത്രിയിൽ നിന്ന് തന്നെ കുഞ്ഞിനെ അങ്ങ് തന്നാ മതിയായിരുന്നു. ചന്ദ്രമോഹൻ പറയുന്നു, ഈ സമയത്തും ചേട്ടൻ അതുപോലൊരു മനുഷ്യത്വം കാണിക്കണം. അപകടം എന്ന് പറയുന്നത് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റുന്നതാണോ? ആക്സിഡന്റിൽ മാഡം മരിച്ചു. മേനോൻ സാറിന്റെ കാര്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്കും ക്രിട്ടിക്കൽ സ്റ്റേജാ. മേനോൻ സാർ ജീവനോടെ തിരിച്ചു വന്നാലല്ലാതെ എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ചേട്ടന്റെ മനസാക്ഷി അനുസരിച്ച് യുക്തം പോലെ ചെയ്യും. അങ്ങനെ ചന്ദ്രമോഹൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഹലോ എന്ന് പറഞ്ഞ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് തുളസി. പ്രസന്നയും മഞ്ജിമയും വിഷമത്തോടുകൂടി നിൽക്കുന്നു. തുടർന്ന് മീനാക്ഷിയുടെ അരികിലേക്ക് വന്ന മഞ്ജു പറയുന്നു, ചേച്ചി എന്തെങ്കിലും ഒന്ന് പറ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താന്ന് വെച്ചാൽ അച്ഛൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. ആകെ വിഷമിച്ചിരിക്കുക. ഇന്ന് ഈ വീടൊഴിഞ്ഞ് താക്കോല് കൊടുക്കാമെന്ന് അച്ഛൻ വാക്ക് പറഞ്ഞതാ. അതുകൊണ്ട് ഹൗസ് ഓണർ ഇവിടെ വേറെ വാടകക്കാരെ ഏർപ്പാടാക്കി. അവര് നാളെ വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഒഴിഞ്ഞു കൊടുത്തല്ലേ പറ്റൂ. ഒഴിഞ്ഞു കൊടുക്കണമെന്ന് മീനാക്ഷി പറയുമ്പോൾ മഞ്ജു ചോദിക്കുന്നു, കുഞ്ഞിനെ കൊണ്ട് നമുക്ക് അവിടെ ചെന്ന് കയറാൻ പറ്റുമോ? മീനാക്ഷി പറയുന്നു, ഞങ്ങളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണമെങ്കിൽ കളഞ്ഞേക്കാൻ നീ അച്ഛനോട് പറയാ. ചേച്ചി വെറുതെ തർക്കുത്തരം പറയലേന്ന് മഞ്ജു പറയുമ്പോൾ മീനാക്ഷി പറയുകയാണ്, അല്ലാതെ ഞാനിപ്പോ എന്ത് പറയണം? വെന്റിലേറ്ററിൽ കിടക്കുന്ന ആൾക്ക് കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചും പോയി. മഞ്ജു പറയുന്നു, അല്ലെങ്കിലും നമുക്ക് ആ മേനോൻ സാറുമായിട്ട് നേരിട്ട് ഇടപാടൊന്നും ഇല്ലല്ലോ. ചന്ദ്രമോഹൻ സാറുമായിട്ടല്ലേ എല്ലാം. ചേച്ചി ഒരു കാര്യം ചെയ്യ്, ചേച്ചിയുടെ ഫോണിങ് തന്നെ. അങ്ങനെ മഞ്ജു മീനാക്ഷിയുടെ ഫോണിൽ നിന്നും ചന്ദ്രമോഹനെ വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത ചന്ദ്രമോഹൻ പറയുന്നു, ഹലോ മീനാക്ഷി, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാൻ വയ്യ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതാ സംഭവിച്ചത്. മഞ്ജു പറയുന്നു, ഞാൻ മീനാക്ഷിയല്ല മഞ്ജിമയാ. ചന്ദ്രമോഹൻ പറയുന്നു, മഞ്ജിമേ, വിവരങ്ങളൊക്കെ അറിഞ്ഞല്ലോ. മഞ്ജു പറയുന്നു, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടിയാ സാറിനെ വിളിച്ചത്. ചന്ദ്രമോഹൻ പറയുന്നു, എനിക്കൊന്നും പറയാനില്ല, അതാണ് എന്റെ അവസ്ഥ. മഞ്ജു പറയുന്നു, നാളെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ സർ. ഇന്നൊരു രാത്രി കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം. ചന്ദ്രമോഹൻ പറയുന്നു, ഹൗസ് ഓണറോട് പറഞ്ഞ് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്താലോ? മഞ്ജു പറയുന്നു, ഞങ്ങൾ കുഞ്ഞില്ലാതെ പെരുമ്പാവൂര് പോയി താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞിരിക്കുക. ഇപ്പോ കുഞ്ഞുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ എല്ലാം തകിടം മറിയും. എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയുമില്ല. ചന്ദ്രമോഹൻ പറയുന്നു, എനിക്കിതിൽ സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. മഞ്ജു ചോദിക്കുന്നു, മേനോൻ സാറിന് ബന്ധുക്കളില്ലേ? അവരിൽ ആരെങ്കിലും കുഞ്ഞിനെ ഏറ്റെടുത്താ പോരെ? ചന്ദ്രമോഹൻ പറയുന്നു, മേനോൻ സാറിന്റെ ബന്ധുക്കളോ? മോളെ, അവർക്ക് ഇതൊന്നും അറിയാനേ വയ്യ. മഞ്ജു ചോദിക്കുന്നു, മേനോൻ സാറിന്റെ വൈഫിന്റെ ബന്ധുക്കളില്ലേ? അവര് വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു പരിഹാരം. ചന്ദ്രമോഹൻ പറയുന്നു, അവരൊക്കെ വേറെ ഏതോ നാട്ടുകാരാ. അവർക്കാർക്കും ഈ സരോഗസി കഥയൊന്നും അറിയത്തില്ല. മാത്രമല്ല എനിക്കും അവരെ ആരെയും പരിചയമില്ല. മഞ്ജു ചോദിക്കുന്നു, ഞങ്ങൾ ഈ കുഞ്ഞിനെ എന്ത് ചെയ്യും സർ? അതിനൊരു ഉത്തരം പറ. ചന്ദ്രമോഹൻ പറയുന്നു, ആകെ കൂടി ചെയ്യാനുള്ള ഒരു കാര്യം, അദ്ദേഹം വെന്റിലേറ്ററിൽ നിന്ന് എഴുന്നേറ്റ് സുഖപ്പെട്ട് വരുന്നത് വരെ നിങ്ങൾ ആ കുഞ്ഞിനെ നോക്ക്. അതല്ലാതെ എനിക്ക് വേറൊന്നും പറയാൻ നിവൃത്തിയില്ല. മഞ്ജു ചോദിക്കുന്നു, അപ്പൊ ഞങ്ങൾ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചു കളഞ്ഞാൽ എന്ത് ചെയ്യും? ചന്ദ്രമോഹൻ പറയുന്നു, അതെനിക്കറിയില്ല. എഗ്രിമെന്റ് ആണ്. അദ്ദേഹം കേസിന് പോയാൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ഇതിപ്പോ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു പോയി. അത് മനഃപൂർവ്വം വരുത്തി വെച്ചതല്ല. സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഫോൺ നിർത്തുക. ഇനി എന്നെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഓക്കെ? അങ്ങനെ ചന്ദ്രമോഹൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. മഞ്ജു പറയുന്നു, ദേ അയാള് കൈ ഒഴിഞ്ഞു. എന്ത് ചെയ്യും ചേച്ചി? ഇത് വല്ലാത്തൊരു ഊരാക്കുടുക്കായി പോയല്ലോ. നമുക്ക് നാളെ ഇവിടുന്ന് ഇറങ്ങി പോകണ്ടേ? മീനാക്ഷി പറയുന്നു, പോണം. ഈ കുഞ്ഞില്ലാതെ പോകാനാ നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ വിധി സമ്മതിച്ചില്ല. ഇനിയിപ്പോൾ നമ്മൾ ഒരു കുഞ്ഞിനെ കൊണ്ട് പുതിയ സ്ഥലത്തേക്ക് താമസത്തിന് ചെല്ലുന്നു. അത്രേ ഉള്ളൂ. അതിന്റെ പേരില് ആകാശം ഇടുങ്ങി വീഴാൻ പോകുന്നില്ല. ഭൂമി പിളർന്നു പോകാനും സാധ്യതയില്ല. തുടർന്ന് പണിക്കാര് തുളസിയോട് പറയുന്നു, ഇതിപ്പം ഇന്നലെ മുതൽ ലോഡും കയറ്റിയിട്ട് വണ്ടി ഇവിടെ കിടക്കുക. നിങ്ങൾ പോകാന്ന് പറയുന്നതല്ലാതെ പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. തുളസി പറയുന്നു, ഇപ്പൊ ആള് വരും. ഞാൻ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഏതായാലും വരും, വരാതിരിക്കില്ല. പണിക്കാരിൽ ഒരാൾ പറയുന്നു, ഞങ്ങൾക്ക് വെയിറ്റിംഗ് ചാർജ് തരണം. തരാതെ പറ്റില്ല. തുളസി പറയുന്നു, നിങ്ങളൊന്ന് സമാധാനപ്പെട്. അവർക്ക് വരുന്ന വഴിയിൽ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അവര് ഫോൺ എടുക്കാത്തത്. ഒരാൾ ചോദിക്കുന്നു, ഞങ്ങൾ ഇവിടെ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? തുളസി പറയുന്നു, നമ്മൾ ഈ സാധനങ്ങൾ ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ, എന്തായാലും കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. ഈ വീട് ഞങ്ങൾ ഒഴിഞ്ഞു കൊടുത്തതാ. നാളെ പുതിയ താമസക്കാർ വരികയും ചെയ്യും. ഒരു ചേട്ടൻ പറയുന്നു, ഞങ്ങളൊരു 2 മണി വരെ നോക്കും. അത് കഴിഞ്ഞിട്ട് ലോഡ് ഇറക്കി വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിന് പോകും. തുളസി പറയുന്നു, നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കല്ലേ, അവരൊന്ന് വന്നോട്ടെ. ആ ചേട്ടൻ പറയുകയാണ്, വന്നാലും വന്നില്ലേലും ഞങ്ങളുടെ കൂലി തന്നേക്കണം. കയറ്റുകൂലി മാത്രമല്ല ഇറക്കുകൂലിയും തരണം. ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന്റെ ചാർജ് വേറെ. തുളസി പറയുന്നു, എന്ത് കുന്തം വേണമെങ്കിലും തരാം. നിങ്ങളൊന്ന് സമാധാനമായിട്ട് നിൽക്കുക. ഇവിടെ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. അപ്പോഴാണ് നിങ്ങളുടെ ഓരോ. ഒരാൾ പറയുന്നു, ഞങ്ങൾ പുറത്തു പോയി ഊണ് കഴിച്ചിട്ട് വരാം. ഞങ്ങൾ വരുമ്പോൾ എല്ലാം റെഡി ആയിരിക്കണം. അപ്പൊ പിന്നെ ഞഞ്ഞാ പറയരുത്. പോയിട്ട് വന്ന തുളസി പറയുമ്പോൾ അവർ അവിടെ വന്ന് പോവുകയാണ്. തുടർന്ന് മീനാക്ഷിയുടെയും കുഞ്ഞിന്റെ അരികിലേക്ക് വന്ന തുളസി പറയുന്നു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഒരു തീരുമാനം എടുക്കണം. മീനാക്ഷി പറയുന്നു, മേനോൻ സാറിന്റെ ഭാര്യ മരിച്ചുപോയെന്നല്ലേ പറഞ്ഞത്? പിന്നെയുള്ളത് ICUവിൽ കിടക്കുന്ന മേനോൻ സാറാ. അദ്ദേഹം തിരിച്ചു വരട്ടെ. തുളസി ചോദിക്കുന്നു, അയാളും ചത്തുപോയാലോടി? സീരിയസ് ആണെന്നാ ചന്ദ്രമോഹൻ പറഞ്ഞത്. മീനാക്ഷി പറയുന്നു, അങ്ങനെയൊന്നും പറയല്ലേ അച്ഛാ. അപകടം എന്ന് പറയുന്നത് ആരുടെയെങ്കിലും കുറ്റം കൊണ്ട് സംഭവിക്കുന്നതാണോ? തുളസി ചോദിക്കുന്നു, എടി നമ്മുടെ കുറ്റം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അപകടം പറ്റിയവർക്ക് വരാൻ പറ്റില്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവരില്ലേ? അല്ലെങ്കിൽ ഇടയ്ക്ക് നിന്ന് ഇതെല്ലാം ഒപ്പിച്ച ചന്ദ്രമോഹനില്ലേ? വെറും മാനേജർ ആണെന്ന് പറഞ്ഞ് അയാൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഒരു പ്രശ്നം ഉണ്ടായാൽ
അത് മാനേജ് ചെയ്യേണ്ട ആളാ മാനേജർ. മീനാക്ഷി ചോദിക്കുന്നു, ഭാര്യയും കുട്ടികളും ഉള്ള ചന്ദ്രമോഹൻ സാറിന് നമ്മുടെ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയി വളർത്താൻ പറ്റുമോ അച്ഛാ? തുളസി പറയുന്നു, നമ്മുടെ കുഞ്ഞല്ല, അവരുടെ കുഞ്ഞ്. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന മഞ്ജു പറയുന്നു, ആരുടേതായാലും ഇതൊരു മനുഷ്യ കുഞ്ഞല്ലേ അച്ഛാ? അവകാശികളില്ലാന്ന് കരുതി മിച്ചം വന്ന ഒരു സാധനം പോലെ നമുക്ക് ഈ കുഞ്ഞിനെ കരുതാൻ പറ്റുമോ? കുഞ്ഞിനെ എടുത്തിട്ട് മീനാക്ഷി പറയുന്നു, അവകാശികളില്ലാന്ന് ആരാ പറഞ്ഞത് മഞ്ജു? ഞാനുണ്ട്, ഇവളുടെ അമ്മ. തുളസി പറയുന്നു, നീ മാത്രമായിട്ട് ഈ കുഞ്ഞിനെ വളർത്തണ്ട, അങ്ങനെയല്ല എഗ്രിമെന്റ്. മീനാക്ഷി ചോദിക്കുന്നു, ഈ കുഞ്ഞിനോട് ആരെങ്കിലും എന്തെങ്കിലും എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടോ അച്ഛാ? എഴുതി ഒപ്പിട്ട രേഖയൊന്നും ഇല്ലെങ്കിലും ഞാനും എന്റെ മോളും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ഞാൻ ഇവളുടെ അമ്മയാണ്. തുളസി പറയുന്നു, ഒരു കുഞ്ഞിനെ വളർത്താനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ അമ്മമാർ എന്താടി ചെയ്യുന്നത്? ഒന്നുകിൽ അമ്മ തൊട്ടിലിൽ കൊണ്ടുപോയി കിടത്തും, അല്ലെങ്കിൽ വല്ല അനാഥാലയത്തിലും ഏൽപ്പിക്കും. മീനാക്ഷി പറയുന്നു, അച്ഛാ ഞാൻ സമ്മതിക്കില്ല, അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ. എന്റെ മോൾ അനാഥയല്ല, വേറെ ആർക്കും വേണ്ടെങ്കിലും എനിക്ക് ഇവളെ വേണം. തുളസി ചോദിക്കുന്നു, നീ എത്ര കാലം വളർത്തുവടി? നിനക്കൊരു ഭാവിയില്ലേ, ജീവിതമില്ലേ? മീനാക്ഷി പറയുന്നു, എന്റെ മോളെ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞിട്ടുള്ള ഒരു ജീവിതം എനിക്ക് വേണ്ട. മഞ്ജു ചോദിക്കുന്നു, അല്ലെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ആശുപത്രിയിൽ കിടക്കുന്ന ആള് തിരിച്ചു വന്നാലോ? 1-2 ആഴ്ച കഴിഞ്ഞ് വന്ന് കുഞ്ഞിനെ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അനാഥാലയത്തിൽ നിന്ന് തിരികെ വാങ്ങാൻ പറ്റുമോ? മീനാക്ഷി പറയുന്നു, ഉണ്ണുന്ന ചോറിനോട് ഒരല്പമെങ്കിലും നന്ദി വേണ്ടേ അച്ഛാ? ഈ കുഞ്ഞിന്റെ അച്ഛൻ 10-25 ലക്ഷം രൂപയോളം അച്ഛന്റെ കയ്യിൽ എണ്ണി തന്നതല്ലേ? എന്നിട്ട് എന്റെ മോളെ അനാഥാലയത്തിൽ കിടക്കുന്ന കഞ്ഞി കുടിച്ച് ജീവിക്കണോ? വല്ലവരും ദാനം കൊടുക്കുന്ന ഒരു പഴയ ഉടുപ്പിന് വേണ്ടി ഇവൾ ആരുടെയെങ്കിലും മുമ്പിൽ കൈനീട്ടി നിൽക്കണോ? മഞ്ജു പറയുന്നു, മേനോൻ സാറിന്റെ സ്ഥിതി എങ്ങനെയുണ്ടെന്ന് അറിയട്ടെ അച്ഛാ, എന്നിട്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. തുളസി പറയുന്നു, ഓരോന്ന് പറഞ്ഞേൽപ്പിച്ചിട്ട് നിനക്കങ്ങ് ബാംഗ്ലൂർക്ക് പോയാൽ മതി. ചോദിക്കുന്നവരോടൊക്കെ ഞാൻ എന്ത് സമാധാനം പറയും? കെട്ടിക്കാത്ത 2 പെൺമക്കളുണ്ടെന്നാ ഞാൻ പുതിയ അയൽപക്കക്കാരോട് പറഞ്ഞിട്ടുള്ളത്. അതിലൊരെണ്ണം പിഴച്ചു പറ്റതല്ലേ തുളസീധരൻ നായരെ എന്ന് അവരെന്റെ മുഖത്ത് നോക്കി ചോദിക്കില്ലേടി? മീനാക്ഷി പറയുന്നു, എല്ലാവരുടെ എല്ലാ ചോദ്യത്തിനും അച്ഛൻ മറുപടി പറയാൻ പോകണ്ട. പറയേണ്ടവരോട് മാത്രം സത്യം എന്താണെന്ന് തുറന്നു പറയുക, അത് മാത്രം മതി. അങ്ങനെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് തുളസിയെ നോക്കുകയാണ് മീനാക്ഷി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.